സിനിമ വന്നിപ്പം കൊലയും കൊലപാതകവും എമ്പുരാൻ ഞാൻ കണ്ടില്ല. അത് കാണണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കട്ടും വെട്ടും ഒക്കെ ആയതുകൊണ്ട് തന്നെ അത് കാണണമെന്നേ തോന്നില്ല. എമ്പുരാൻ കാണണമെന്നില്ല. അത് പോയി കെട്ടിപ്പൊക്കുന്ന ഇതാണെന്ന് മനസ്സിലായി. ഇതൊന്നും അല്ല സിനിമ. നല്ല സിനിമയൊക്കെ വരും, അതൊക്കെ കണ്ടോളാം. ഇതൊന്നും കണ്ടില്ലെങ്കിലും ഒന്നുമില്ല. ലാഗ് നമ്മൾ ആ സിനിമയുടെ കഥ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് നമ്മൾ ലാഗായിട്ട് തോന്നുന്നത്. സിനിമ സൂപ്പറാണ്, അതിൻ്റെ കഥ നമ്മൾ മനസ്സിലാക്കണം. ചുമ്മാ ചെന്നിരുന്ന് കുറേ അടിയും പാട്ടും മാത്രം ഉണ്ടായിട്ട് കഥയില്ലല്ലോ. പുള്ളിയുടെ ഏജൊന്നും പറയത്തില്ല, കാരണം ഇത്രയും പ്രായമുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഏജ് നമ്മൾ മനസ്സിലാക്കണം കാണുന്നവർ. കുഴപ്പമില്ല, കൊള്ളാം. ഓക്കെ, കുഴപ്പമില്ല, കണ്ടു നോക്ക്. കുഴപ്പമില്ല, സിനിമ കൊള്ളാം. ചളി നന്നായി. ബസൂക്ക സൂപ്പർ പടം, ക്ലൈമാക്സ് സൂപ്പർ. ഓടുന്ന പടമാണ്, പക്ഷെ കുറച്ച് ലാഗൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ചുമ്മാ കുറേ വലിച്ചു നീട്ടി കുറേ ഇത് സിനിമ വന്നിപ്പം കൊലയും കൊലപാതകവും പുതിയ ഒരു ട്രെൻഡൊക്കെയാണ്. ഗെയിമുമായിട്ട് ബന്ധപ്പെടുന്ന ഇത് മമ്മൂട്ടി തോക്കുന്നില്ല, അങ്ങനെ തന്നെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അതല്ല ഉഗ്രാണ്. അല്ല, മേക്കിംഗ് സ്റ്റൈലൊക്കെ കൊള്ളാം. ഗൗതം മേനൻ നല്ല, എനിക്കത് മമ്മൂട്ടിയെക്കാളും നന്നായിട്ടുള്ള അദ്ദേഹമാണ്. ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂട്ടിയും കൊള്ളാം. മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് പെർഫോമൻസ് ഒക്കെയാണ്. ഒത്തിരി ആൾ കയറുമെന്ന് തോന്നുന്നു. ഇപ്പോൾ ആൾ കുറവായിരുന്നു, ഞാൻ നോക്കിയപ്പോൾ വലിയ ആളൊന്നുമില്ല. പക്ഷേ പടം ഓടുന്ന പടമാണ്. ഒത്തിരി ആളിനെ കണ്ടില്ല. നമ്മൾ ഒരു മമ്മൂട്ടി ചിത്രത്തിനുള്ള ആളൊന്നും കണ്ടില്ല. വേറെ കുറച്ച് പേരെ കണ്ടു. ഒരു മുൻവിധിയൊന്നുമില്ല, ഞാൻ വെറുതെ കണ്ട. ഇപ്പോൾ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അങ്ങനെ ഒരു മുൻവിധി ഇല്ലാതെ അങ്ങ് നേരിട്ട് പടം കാണുകയായിരുന്നു. ഒന്ന് വായിച്ചിട്ടൊന്നുമല്ല, ബസൂക്ക കാണുക എന്നുള്ള ഒരു ഇതിൽ കണ്ടാണ്. അതിനുള്ള ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. എമ്പുരാൻ ഞാൻ കണ്ടില്ല. അത് കാണണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കട്ടും വെട്ടും ഒക്കെ ആയതുകൊണ്ട് തന്നെ അത് കാണണമെന്നേ തോന്നില്ല. ഇത് നേരിട്ട് കാണുക എന്നങ്ങ് തീരുമാനിച്ചതാണ്. എമ്പുരാൻ കാണണമെന്നില്ല. അത് പോയി. ഇതൊക്കെ ചുമ്മാ വെറും കെട്ടിപ്പൊക്കുന്ന ഇതാണെന്ന് മനസ്സിലായി. ഇതൊന്നും അല്ല സിനിമ. നല്ല സിനിമയൊക്കെ വരും, അതൊക്കെ കണ്ടോളാം. ഇതൊന്നും കണ്ടില്ലെങ്കിലും ഒന്നുമില്ല. പടം വളരെ നല്ല പടം. കാരണം മമ്മൂക്കയുടെ റോളെല്ലാം അദ്ദേഹം ഈ പ്രായത്തിലും, ഇത്രയും പ്രായമുള്ളൊരു മനുഷ്യൻ വളരെ നല്ല രീതിയിൽ ഈ സിനിമ ചെയ്തിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. മമ്മൂക്കയെ കാണിക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന സമയത്തല്ല അദ്ദേഹത്തിൻ്റെ ആ ലുക്കും അദ്ദേഹത്തിൻ്റെ ആ അഭിനയം നമ്മൾ അതിൽ തന്നെ നോക്കിയിരിക്കും. കാര്യം അത്ര നല്ല സിനിമയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പുതിയൊരു സംവിധായകനാണെങ്കിലും പുള്ളി നല്ല രീതിയിൽ ഈ സിനിമ ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. ലാഗ് നമ്മൾ ആ സിനിമയുടെ കഥ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് നമ്മൾ ലാഗായിട്ട് തോന്നുന്നത്. സിനിമ സൂപ്പറാണ്, അതിൻ്റെ കഥ നമ്മൾ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ആ സിനിമയെക്കുറിച്ച് വിലയിരുത്താൻ പറ്റുള്ളൂ. അല്ല ചുമ്മാ ചെന്നിരുന്ന് കുറേ അടിയും പാട്ടും മാത്രം ഉണ്ടായിട്ട് കഥയില്ലല്ലോ. ആ സിനിമ എന്തിനെക്കുറിച്ചാണ്? ആ സിനിമ വളരെ നല്ല രീതിയിൽ മമ്മൂക്ക അഭിനയിച്ചിട്ടുണ്ട്. ഈ പ്രായത്തിലും പുള്ളിക്കാരൻ ഇത്രയും ഇതിൽ ചെയ്തത് ഏറ്റവും വലിയ നല്ല കാര്യമാണ്. നല്ല പടം വളരെ ഇഷ്ടപ്പെട്ടു. നെഗറ്റീവ് അത് മമ്മൂക്കയല്ല. ഈ മമ്മൂക്ക ഇഷ്ടപ്പെടാത്ത ആൾ ഞാനാണെങ്കിൽ ഒരു സിനിമ ആര് അഭിനയിച്ചാലും, മമ്മൂക്കയോ മോഹൻലാലോ അഭിനയിച്ച സിനിമയെക്കുറിച്ച് നമ്മൾ പറയണം. അല്ല നമ്മളിപ്പം വന്നിട്ട് മമ്മൂക്ക മോശമാണ് അല്ലെങ്കിൽ മോഹൻലാൽ മോശമാണെന്ന് ഞാൻ പറയാൻ തയ്യാറല്ല. ഞാൻ പറയുന്നത് കണ്ട കാര്യം, സിനിമയെക്കുറിച്ച് ഞാൻ പറയും. ഏത് നടന്മാർ ഇപ്പോൾ സിനിമയിൽ അഭിനയിച്ചാലും നമ്മൾ ആ സിനിമയെക്കുറിച്ച് പറയണം. നെഗറ്റീവ് പറയുന്നവർ കാണും. മമ്മൂട്ടി മോഹൻലാലിനെ പറ്റി കൂടുതൽ നെഗറ്റീവ് പറയുന്നവർ കാണും. ഞാൻ അത്തരക്കാരനല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ പ്രായം, മമ്മൂക്കയുടെ ആ പ്രായം അനുസരിച്ച് വളരെ വളരെ നല്ല രീതിയിൽ ഈ സിനിമ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പുള്ളിയുടെ ഏജൊന്നും പറയത്തില്ല, കാരണം ഇത്രയും പ്രായമുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഏജ് നമ്മൾ മനസ്സിലാക്കണം കാണുന്നവർ. കണ്ട് നമ്മൾ അദ്ദേഹത്തിനെ വിലയിരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.